ഉത്സവത്തിന്റെ അന്ന് രാത്രിയിൽ ഒരുപാട് താമസിച്ചാണ് ഞങ്ങൾ അമ്പലത്തിൽ പോയത്. ഏകദേശം ഒരു 10:30 ആയി കാണും. ചെറിയ മഴയുണ്ടായിരുന്നു. മഴ തോർന്നിട്ട് പോകാന്ന് വിചാരിച്ചു അങ്ങനെ അങ്ങ് താമസിച്ചു. ഫ്ലോട്ടുകളും നന്ദികേശന്മാരെയൊക്കെ നിരത്തി വെച്ചിരിക്കുന്നത് കാണാമെന്ന് വിചാരിച്ചാ പോയത്. മഴയായതുകൊണ്ട് ഫ്ലോട്ടുകളൊക്കെ മാറ്റി നന്ദികേശന്മാരുടെ മുകളിലെല്ലാം ടാർപ്പ ഇട്ടു. ഉത്സവത്തിന്റെ അന്ന് വേറെ പ്രോഗ്രാംസ് ഒന്നും ഇല്ലായിരുന്നു. കെട്ടുകാഴ്ചകൾ മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ കുറച്ചു നേരം ഞങ്ങൾ അവിടെ നിന്ന് കണ്ടിട്ട് വീട്ടിലോട്ട് തിരിച്ചു പോയി. ഹനുമാന്റെ ഒരു ഫ്ലോട്ട് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇത് ഉത്സവത്തിന്റെ തലേ ദിവസം വൈക്കം വിജയലക്ഷ്മി മാഡത്തിന്റെ ഭജൻസ് ഉണ്ടായിരുന്നു. വീഡിയോ എടുക്കുന്ന മൊബൈൽ കൊണ്ടുപോകാൻ വിട്ടുപോയതുകൊണ്ട് ഈ വീഡിയോ നല്ല ക്ലാരിറ്റി കാണത്തില്ല. ഭജൻസ് ഒരു 7 മണി തൊട്ട് ഏകദേശം ഒരു 9:45 ആയപ്പോഴത്തേക്ക് തീർന്നു. ഭജൻസ് കേൾക്കാൻ ഞങ്ങളുടെ കൂടെ അപ്പൂപ്പനും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭജൻസ് ഒക്കെ കേട്ട് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോയി. ഭാരവാഹികൾക്കും എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ വലിയൊരു നമസ്കാരം. എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ഉത്സവത്തിന്റെ പിറ്റേ ദിവസമായിരുന്നു. അന്നായിരുന്നു ഗാനമേള. ചന്ദ്രലേഖ ചേച്ചി നയിക്കുന്ന കണ്ണൂർ ഹൈബീറ്റ്സിന്റെ ഗാനമേളയായിരുന്നു അന്ന്. ആദ്യമായി പാടി കേൾക്കണമെന്ന് പാടി കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പാട്ടുണ്ടാവുമല്ലോ. ഏതാ പാട്ട്? രാജഹംസം അല്ലേ? ചേച്ചിയാക്കി മാറ്റിയ രാജഹംസം. അങ്ങനെ ഗാനമേള തുടങ്ങി. എല്ലാരും നല്ല വൈബിലായിരുന്നു. ആദിത്യനും ഡാൻസ് കളിക്കാനായിട്ട് ഇറങ്ങി. 10 മണി വരെയായിരുന്നു ഗാനമേള. കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഗാനമേളയെ അടിപൊളിയാക്കി. ഗാനമേളയുടെ ദിവസം ശരിക്കും പറഞ്ഞാൽ ഫോൺ എടുക്കാൻ വിട്ടുപോയി. അതുകൊണ്ട് വലിയ ക്ലാരിറ്റി ഒന്നും കാണത്തില്ല. എല്ലാരും ക്ഷമിക്കുമല്ലോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ലൈക്കും കമന്റും ഒക്കെ കുറവാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ബൈ.